സംസ്ഥാനത്തെ ആദ്യ ഡിജിറ്റൽ സ്ക്വയർ കുമ്പളയിലെ ഗവൺമെന്റ് സീനിയർ ബേസിക് സ്കൂളിൽ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി എൻ ഷംസുദ്ദീൻ ഉദ്ഘാടനം ചെയ്തു. സ്കൂളിൽ പുതുതായി നിർമ്മിച്ച ബഹുനില കെട്ടിടത്തിന്റെ ഉദ്ഘാടനവും മന്ത്രി നിർവഹിച്ചു. This news sponsored by ഏനപ്പോയ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ, കൊടിയൽ ബയൽ, മംഗളൂർ. വിദ്യാഭ്യാസ മേഖലയിൽ കേരളം പുതിയ യുഗത്തിലാണെന്ന് വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി അഡ്വക്കേറ്റ് എൻ ഷംസുദ്ദീൻ പറഞ്ഞു. കുമ്പള ഗവൺമെന്റ് സീനിയർ ബേസിക് സ്കൂളിൽ നിർമ്മിച്ച പുതിയ കെട്ടിടത്തിന്റെ ഉദ്ഘാടനവും 100 ദിന കർമ്മ പദ്ധതിയുടെ ഭാഗമായുള്ള ഡിജിറ്റൽ സ്ക്വയർ പദ്ധതിയുടെ സംസ്ഥാനതല ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. വിദ്യാർത്ഥികളുടെ എല്ലാ തരത്തിലുമുള്ള കഴിവിനെ പുറത്തെടുക്കാൻ അതിനുള്ള അവസരങ്ങൾ ഉണ്ടാക്കി കൊടുക്കുകയാണ് അത്തരം പ്രവർത്തനങ്ങളിലൂടെ ചെയ്യുന്നത്. ഇപ്പോൾ ഇതിൻ്റെ ഭാഗമായിട്ട് തന്നെ ചില കായിക പ്രാധാന്യമുള്ള പ്രവർത്തനങ്ങളുമുണ്ട്. ഒരു ജില്ലയിൽ 1000 കുട്ടികളെ ഈ പ്രവർത്തനത്തിൻ്റെ ഭാഗമായി നമ്മൾ നീന്തൽ പഠിപ്പിക്കാൻ പോകണം. നീന്തൽ അറിയാവുന്നവരൊന്ന് കൈകൊട്ടിയേ. ആഹാ, കുമ്പളയിൽ ധാരാളം ആളുകൾക്ക് നീന്താൻ അറിയാം. കൈതാട്ടിക്കോളൂ. അപ്പോൾ ഞങ്ങൾ ഇത്തവണ ഈ 100 ദിന കർമ്മ പരിപാടിയുടെ ഭാഗമായി ഒരു സ്വിമ്മിംഗ് പൂളിൻ്റെ അടുത്ത് 5 കിലോമീറ്ററുള്ള സ്കൂളുകളിൽ നിന്ന് പഞ്ചായത്തിൻ്റെ സഹായത്തോടു കൂടി കുട്ടികളെ കൊണ്ടുപോയി പ്രത്യേക ട്രെയിനർമാരെ വെച്ച് നമ്മൾ നീന്തൽ പഠിപ്പിക്കുകയാണ്. അതിവേഗം മാറ്റത്തിന് വിധേയമായിക്കൊണ്ടിരിക്കുന്ന ലോകമാണ് നമുക്ക് ചുറ്റുമുള്ളത്. ആ വേഗത്തിനൊപ്പം ഓടിയെത്താൻ നമ്മുടെ കുഞ്ഞുങ്ങളെയും പ്രാപ്തരാക്കേണ്ടതുണ്ട്. അതിന്റെ ഭാഗമായാണ് എല്ലാ സ്കൂളുകളിലും ഡിജിറ്റൽ കോർണറുകൾ സ്ഥാപിക്കാൻ തീരുമാനിച്ചതെന്നും കമ്പ്യൂട്ടർ, ഇന്റർനെറ്റ് അധിഷ്ഠിതമായ പഠനമാണ് ഈ കോർണറുകൾ വഴി സാധ്യമാവുകയെന്നും മന്ത്രി വ്യക്തമാക്കി. കെട്ടിടത്തിനകത്ത് സംസ്ഥാന തലത്തിൽ ഒരു ചെറിയ പദ്ധതിയുടെ ഉദ്ഘാടനവും ഇന്ന് നമ്മൾ നിർവഹിക്കപ്പെട്ടു. ഡിജിറ്റൽ സ്ക്വയർ. അത് ഗവൺമെന്റിന്റെ 100 ദിന കർമ്മ പരിപാടിയിൽ ഉൾപ്പെടുത്തിയ ഒരു പദ്ധതിയാണ്. നമ്മുടെ സ്കൂളിലെ കുട്ടികൾക്ക് ഡിജിറ്റൽ സംവിധാനങ്ങളെ പരിചയപ്പെടുത്താൻ കമ്പ്യൂട്ടർ അധിഷ്ഠിതമായ ലേണിങ്ങും എല്ലാ കുട്ടികളെയും പരിചയപ്പെടുത്താൻ വേണ്ടി ഓരോ സ്കൂളിലും ഒരു ഡിജിറ്റൽ സ്ക്വയർ, ഈ സാങ്കേതിക വിദ്യ പഠിപ്പിക്കാനുള്ളൊരു കേന്ദ്രം വേണമെന്ന് പറഞ്ഞു. ഭാഗ്യവശാൽ ഈ സ്കൂളിൽ ഒരു പുതിയ കെട്ടിടം തുടങ്ങിയപ്പോൾ അതിന് നല്ല ഒരു ക്ലാസ് റൂം തന്നെ ഡിജിറ്റൽ സ്ക്വയർ എന്ന പേരിൽ ഇപ്പോൾ നമുക്ക് അറേഞ്ച് ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്. അതിൻ്റെയും ഈ കെട്ടിടത്തിൻ്റെയും ഡിജിറ്റൽ സ്ക്വയറിൻ്റെയും സംയുക്തമായ ഉദ്ഘാടന കർമ്മം നിർവഹിച്ചതായി ഞാനിവിടെ പ്രഖ്യാപിക്കുകയാണ്. ചടങ്ങിൽ മണ്ഡലം MLA AKM അഷ്റഫ് അധ്യക്ഷത വഹിച്ചു. കാസർഗോഡ് MLA കലക്ടർ മാഹിൻഹാജി മുഖ്യാതിഥിയായി പങ്കെടുത്തു. കുമ്പള പഞ്ചായത്ത് അസിസ്റ്റന്റ് എഞ്ചിനീയർ മുഹമ്മദ് ഷിഹാബ് റിപ്പോർട്ട് അവതരിപ്പിച്ചു. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് സാബു അബ്രഹാം, കാസർഗോഡ് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് അബ്ദുള്ള കുഞ്ഞി ചെറുക്കള, കുമ്പള പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ബൽക്കീസ്, ജില്ലാ പഞ്ചായത്ത് അംഗം അസീസ് കളത്തൂർ, കാസർഗോഡ് ബ്ലോക്ക് പഞ്ചായത്ത് വികസനകാര്യ സ്ഥിരം സമിതി ചെയർമാൻ അഷ്റഫ് കർല, കുമ്പള പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷരായ AK ആരിഫ്, ഇനാസ് ഫഫാസ്, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം പൃഥ്വിരാജ് ജഗന്നാഥ് ഷെട്ടി, നസീമ, പഞ്ചായത്ത് അംഗം ഹമീദ് കോയിപ്പാടി, കുമ്പള AEO M അശോക, കാസർഗോഡ് AEO M ശശിധര തുടങ്ങിയവർ സംബന്ധിച്ചു. കുമ്പള പഞ്ചായത്ത് പ്രസിഡന്റ് VP അബ്ദുൽ ഖാദർ സ്വാഗതവും സ്കൂൾ പ്രധാനാധ്യാപകൻ വിജയകുമാർ നന്ദിയും പറഞ്ഞു. പുതുയുഗ കേരളത്തിനായി സർക്കാരിന്റെ 100 ദിന കർമ്മ പരിപാടിയിൽ ഉൾപ്പെടുത്തി കയറ്റി നടപ്പാക്കുന്ന നൂതന പദ്ധതിയാണ് ഡിജിറ്റൽ സ്ക്വയർ. പ്രൈമറി ക്ലാസുകളിലെ IT പഠനം കൂടുതൽ കാര്യക്ഷമമാക്കുക, കുട്ടികൾക്കിടയിലെ ഡിജിറ്റൽ വിടവ് നികത്തുക, ഡിജിറ്റൽ ഉപകരണങ്ങൾ സ്വയം പഠനത്തിനുള്ള ഉപാധിയാക്കുക, ആരോഗ്യകരമായ ഡിജിറ്റൽ ബ്രൗസിംഗ് സംസ്കാരം വളർത്തിയെടുക്കുക എന്നീ ലക്ഷ്യങ്ങളോടെയാണ് ഈ പദ്ധതി വിഭാവനം ചെയ്തിട്ടുള്ളത്. വർണ്ണാഭമായ ചുമർചിത്രങ്ങളാൽ അലങ്കരിച്ചും ആവശ്യമായ ലാപ്ടോപ്പുകളും ഇരിപ്പിടങ്ങളും ഒരുക്കിയുമാണ് PTAയും അധ്യാപകരും ഈ മാതൃക ഡിജിറ്റൽ സ്ക്വയർ സജ്ജമാക്കിയത്. കൈറ്റ് വികസിപ്പിച്ച സ്വതന്ത്ര സോഫ്റ്റ്വെയർ അധിഷ്ഠിത പ്ലാറ്റ്ഫോം വഴിയാണ് പദ്ധതി നടപ്പിലാക്കുന്നത്. കളികളിലൂടെയുള്ള പഠനം, സർഗാത്മക സ്വയം പഠനം, ഡിജിറ്റൽ സാക്ഷരത എന്നിവ വളർത്തുന്നതിനോടൊപ്പം കളിപ്പെട്ടി, EED വിദ്യ എന്നീ ICT പാഠപുസ്തകങ്ങൾ മറ്റു വിഷയങ്ങളുടെ പഠനത്തിനായി ഫലപ്രദമായി പ്രയോജനപ്പെടുത്താനും ഈ പദ്ധതി സഹായിക്കും. ഭിന്നശേഷിക്കാരായ കുട്ടികൾ ഉൾപ്പെടെ എല്ലാ വിഭാഗം വിദ്യാർത്ഥികൾക്കും ഒരുപോലെ ഉപയോഗിക്കാൻ കഴിയുന്ന രീതിയിലാണ് ഈ പ്ലാറ്റ്ഫോം ക്രമീകരിച്ചിരിക്കുന്നത്. കിഫ്ബി കിലാം പദ്ധതിയിൽ ഉൾപ്പെടുത്തി 4 കോടി രൂപ മുതൽ മുടക്കിൽ 3 നിലകളിലായാണ് ഇവിടെ പുതിയ സ്കൂൾ കെട്ടിടം പണികഴിപ്പിച്ചത്. ഇതിൽ 18 ക്ലാസ് മുറികൾ
ഉൾപ്പെടുന്നുണ്ട്. 1913 പ്രവർത്തനം ആരംഭിച്ച ഈ വിദ്യാലയത്തിൽ മലയാളം, കന്നഡ, ഇംഗ്ലീഷ് വിഷയങ്ങളിലായി 33 ഡിവിഷനുകൾ പ്രവർത്തിക്കുന്നുണ്ട്. ന്യൂസ് ബ്യൂറോ, ഉപ്പള.